Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed what is the meaning of piece rate system of wage payment and its advantages. Today we are going to discuss what are the disadvantages of piece rate wage system or payment by result. Let's start today's topic. What are the disadvantages of piece rate system of wage payment? First one, low quality. Too much emphasis on the quantity of production may lower the quality of products. To avoid this, rigid control is required where piece rate operate. അപ്പം നോക്കി ലോ ക്വാളിറ്റി ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലോ ക്വാളിറ്റി ആണ്. ടു മച്ച് എംഫസിസ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ വർക്കേഴ്സ് കൂടുതലും ശ്രദ്ധിക്കുന്ന എന്തിനാണ്? നമ്പർ ഓഫ് ക്വാണ്ടിറ്റി, എത്രത്തോളം ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. എന്തിനെ ശ്രദ്ധിക്കുന്നതേ ഇല്ല, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, മാക്സിമം നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ആരുടെ ലക്ഷ്യമായിട്ട് വരിക? ഒരു എംപ്ലോയറുടെ ലക്ഷ്യമായിട്ട് വരിക. ടു അവോയ്ഡ് ദിസ് റിജിഡ് കൺട്രോൾ ഈസ് റിക്വയർഡ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നല്ല കൺട്രോളിങ് സിസ്റ്റം എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു? ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ഇൻസെക്യൂരിറ്റി ഓഫ് വർക്കേഴ്സ്. ദ വർക്കേഴ്സ് ഹാവ് എ ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി. They would get lower wage during a period when their efficiency may get reduced due to factors beyond this control. ഇനി അവരുടേതായ കാര്യങ്ങളല്ലാതെ തന്നെ വർക്കേഴ്സിന് ഒരു പക്ഷേ അവർ പറഞ്ഞ ക്വാണ്ടിറ്റി ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ വേജ് എന്തായി പോവും? കുറഞ്ഞു പോകും അല്ലേ? കുറയാൻ സാധ്യതയുണ്ട്. നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് അവരുടെ വേജ് എന്ത് ചെയ്യും? കൂടും. എന്തെങ്കിലും കാരണത്താൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അതായത് അവരുദ്ദേശിച്ച ടാർഗറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അവരുടെ വേജസ് എന്ത് ചെയ്യും? കുറയാനുള്ള സാഹചര്യം ഉണ്ടാകും. അതെന്താണ്? വർക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണമാകും. ഓക്കെ, തേർഡ് ഇമ്പോർട്ടൻറ്റ് disadvantages is strained industrial relations. The relation between worker and employer become bad if their output is low due to some fault of മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എന്തെങ്കിലും ഫാൾട്ട് മൂലം വർക്കേഴ്സിന് അവരുടെ ഔട്ട്പുട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അത് എംപ്ലോയറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ബാഡാക്കി മാറ്റാനായിട്ട് കാരണമാകും. ഓക്കെ, അപ്പം തേർഡ് വൺ എന്താണ്? സ്ട്രെയിൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, difficulty in rate fixation. Fixation of piece rate creates a problem for the മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം തന്നെയാണ് പീസ് റേറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. ലോവർ റേറ്റ് മേ ലീഡ് ടു റിസെൻമെൻറ്റ് ഓൺ ദ പാർട്ട് ഓഫ് വർക്കേഴ്സ്. അപ്പോൾ നമ്മളൊരു ലോവർ റേറ്റാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ വർക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് അതെന്തുണ്ടാകാം? വർക്കേഴ്സിന് ആങ്കർ ഉണ്ടാകാനുള്ളൊരു കാരണമാകാം. ദസ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ഇൻ ദ ഫാക്ടറി വിൽ ബി അഡ്വേഴ്സ്ലി അഫക്റ്റ്. അങ്ങനെ വരുമ്പം ആരുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എംപ്ലോയറും വർക്കേഴ്സും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാകും. അതുവഴി ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എന്തായിട്ട് തന്നെ മാറും? ബാഡായിട്ട് മാറാനായിട്ടുള്ളൊരു സാഹചര്യവും ഉണ്ടാകും. ഓക്കെ, ഫിഫ്ത്ത് വൺ ഈസ് മോർ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്. ഫിഫ്ത്ത് ഡിസഡ്വാൻറ്റേജസ് ഈസ് മോർ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്. Introduction of piece rate will involve increased administrative work as production records will have to be maintained for each worker. നമുക്കറിയാം, പീസ് റേറ്റിലാണ് നമ്മൾ വേജ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഓരോ വർക്കറും ഓരോ ദിവസം എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പ്രോപ്പർ റെക്കോർഡ്സ് വേണം അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് എന്തായിട്ട് മാറും? കൂടി വരും. അതായത് ഓരോ വർക്കേഴ്സിനെയും ഓരോ ദിവസവും അവരെത്രത്തോളം യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എത്രത്തോളം നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു? റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, അത് എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് കൂട്ടാനൊരു കാരണമാണ്. Then more wastage. Sixth one, more wastage. The workers will increase the speed of work and this naturally leads to wastage of material. ലോസ് ഓഫ് എന്താണ്? ഫ്യൂവൽ ആൻഡ് പവർ, ഓവർ ഡിപ്രിസിയേഷൻ ഓഫ് മെഷീനറി എക്സെട്ര. അപ്പോൾ നോക്കിയേ, നമുക്കറിയാം വർക്കേഴ്സ് കൂടുതൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ അവരുടെ വേജ് എന്ത് ചെയ്യുള്ളൂ? ഇൻക്രീസ് ചെയ്യുള്ളൂ. അപ്പം അവർ കൂടുതൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറേ സ്പീഡി ആയിട്ട് മാറും. അങ്ങനെ അവരുടെ വർക്കിലുണ്ടാകുന്ന സ്പീഡോ എന്തിന് കാരണമാകും എന്നാണ് പറയുന്നത്? മെറ്റീരിയൽ വേസ്റ്റേജ് ആകാനും അതുപോലെ ഫ്യൂവൽ, പവർ ഇവ വേസ്റ്റ് ചെയ്യാനും അതുപോലെ ഓവർ ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി ഉണ്ടാകാനൊക്കെയുള്ള കാരണമായിട്ട് മാറുന്നു. ഓക്കെ,
Then seventh disadvantages is health hazard. In their eagerness for increased earnings, workers may exert themselves to the point of exhaustion. This will undermine their health and efficiency. ഓക്കെ, വർക്കേഴ്സിൻ്റെ ഏണിങ്സ് കൂട്ടണം എന്ന ആ ഒരു ആർത്തി കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, കൂടുതൽ എന്ത് ചെയ്യുക, അവർ വർക്ക് ചെയ്യുക. അവർ കൂടുതൽ അവരെ തന്നെ യൂസ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഏണിങ്സ് ഇൻക്രീസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേന് അവരെന്തായിട്ട് പോകും, ടയർഡ്നെസ് ആയിട്ട് പോകും. ഓക്കെ, ദിസ് വിൽ അണ്ടർമൈൻ ദെയർ ഹെൽത്ത് ആൻഡ് എഫിഷ്യൻസി. ഇത് എന്തിന് കാരണമാകും? അവരുടെ ഹെൽത്തും അതുപോലെ എഫിഷ്യൻസിയും ഒക്കെ എന്തായി പോകാൻ, കുറഞ്ഞു പോകാനായിട്ട് കാരണമായിട്ട് മാറും. ഓക്കെ, then next one, opposition by trade unions. Difference in earnings cause dissatisfaction among workers. ഇപ്പം ഒരു ബിസിനസ് യൂണിറ്റിൽ തന്നെ എഫിഷ്യൻറ്റ് വർക്കറും ഉണ്ടാകും, ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സ് ഉണ്ടാകും. ഇവർക്ക് കിട്ടുന്ന ഏർണിങ്സ് തന്നെ എന്തായിരിക്കും, ഡിഫറെൻറ്റ് ലെവൽസ് ആയിരിക്കും അല്ലേ. അങ്ങനെ ഡിഫറെൻറ്റ് ലെവൽസിലേക്ക് വരുമ്പോഴത്തേന് വർക്കേഴ്സ് തന്നെ അവരുടെ ഇടയിൽ തന്നെ എന്തുണ്ടാകും, ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാനുള്ള കാരണമായിട്ട് മാറും. ട്രേഡ് യൂണിയൻസ് ആർ ഓപ്പൺലി എഗനിസ്റ്റ് പീസ് റേറ്റ്സ്. ഒരിക്കലും ട്രേഡ് യൂണിയൻസ് ഏതിനെ അംഗീകരിക്കില്ല, പീസ് റേറ്റ് സിസ്റ്റത്തിന്. കാരണം വർക്ക് ചെയ്താൽ മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ, വേജസ് കിട്ടുകയുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ ഈ പീസ് റേറ്റ് സിസ്റ്റത്തിനെ ആര് എതിർക്കും? ട്രേഡ് യൂണിയൻസ് എതിർക്കും. ആസ് ദിസ് ഫോം ഓഫ് വേജ് പേയ്മെൻറ്റ് എൻകറേജസ് റൈവൽറി എമംഗ് ദി വർക്കേഴ്സ്. വർക്കേഴ്സ് തമ്മിൽ ഒരു വഴക്കുണ്ടാകാനായിട്ട്, ഒരു ക്വാറൽ ഉണ്ടാകാനായിട്ടൊക്കെ, അല്ലെങ്കിൽ ഒരു വിരോധം ഉണ്ടാകാനായിട്ടൊക്കെ ഉള്ള കാരണമായിട്ട് മാറും എന്തെന്ന് പറയുന്നത്, ഈ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ടൈം റേറ്റ് സിസ്റ്റം ആണെങ്കിൽ അവർ ആ ബിസിനസ് യൂണിറ്റിൽ വന്നിട്ടുണ്ട്, ആ ഒരു പർട്ടിക്കുലർ ടൈം അവിടെ സ്പെൻഡ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്ത് കിട്ടും, വേജസ് കിട്ടും. അവിടെ വർക്ക് ചെയ്തില്ലയോ എന്നുള്ളതിന് യാതൊരു പ്രാധാന്യമില്ല. അപ്പം എഫിഷ്യൻറ്റ് വർക്കറാണെങ്കിൽ ഇൻഎഫിഷ്യൻറ്റ് വർക്കർക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ വേജ് കിട്ടും. എന്നാൽ പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടുകയുള്ളൂ, വേജസ് കിട്ടുകയുള്ളൂ. ഓക്കെ, so there are 8 disadvantages have piece rate wage system. Okay, 8 disadvantages have piece rate system. Okay, dear students, watch and listen the videos carefully and write the assignment question. What are the disadvantages of piece rate wage system? What are the disadvantages of piece rate wage system?